പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഈശോയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരും ഈ ജീസസ് സ്റ്റഡി ഫോർത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി, എന്നാലും ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ കുറിച്ച് അറിയുവാനും കേൾക്കുവാനും ഒക്കെ നമ്മളെ ദൈവം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഈശോ കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും രക്ഷയിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് അതേപോലെ ഈശോയെ കുറിച്ച് വിശ്വസിച്ച് ഏറ്റുപറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ആ പ്രബോധനങ്ങൾ അറിഞ്ഞിരിക്കണം. ഈശോ കർത്താവാണ് എന്നുള്ള ആ പ്രബോധനം നമ്മൾ ശരിയായിട്ടും കേട്ടിരിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കർത്താവ് നമ്മളെ ഒരുക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് ജ്ഞാനം നമുക്ക് പകർന്നു തരുന്നതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഉപ്പാണിയച്ഛനെയും ഈ കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ സത്യദൈവവും മാനവരക്ഷകനുമായ ഈശോ മിശിഹ എന്ന പുസ്തകത്തിന്റെ 3-ാമത്തെ ചാപ്റ്റർ എന്ന് തുടങ്ങുകയാണ് നമ്മൾ. യേശു കർത്താവാണ് എന്നതാണ് വിഷയം. ഈ അധ്യായം അതാണ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടാകും. ഈശോ മിശിഹ എന്ന 2 വാക്ക് ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്. ഈശോയ്ക്ക് ഒരു പദവി പേര് കൊടുക്കുകയാണ് മിശിഹ. ഈ യഥാർത്ഥത്തിൽ നസ്രായനായ ഈശോ എന്ന് മാത്രമേ പേരുള്ളൂ. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത പേരെങ്ങനെയായിരുന്നു? അവന് ഈശോ എന്ന് പേരിടണം. യോസേപ്പ് പിതാവിന് സ്വർഗം കൊടുക്കുന്ന നിർദ്ദേശം പേര് ഈശോ എന്നേ ഉള്ളൂ. സത്യത്തിൽ പിന്നീട് ഈ ചില പേരുകളൊക്കെ ചേർത്ത് വചനത്തിലും സഭാപഠനങ്ങളിലും കാണുന്നത് ഈശോയുടെ യഥാർത്ഥ മഹിമ, ഈശോയുടെ ഐഡന്റിറ്റി കൂടുതൽ സ്പഷ്ടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ. അതിലൊന്നാണ് ഈശോ മിശിഹ. അത് നമ്മൾ നേരത്തെ ഏറെക്കുറെ വിശദമായി കണ്ടൊരു വിഷയമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിഷയം ഈശോ കർത്താവ്. ഈശോ മിശിഹ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക അർത്ഥമുള്ള പേരാണ് ഈശോ കർത്താവ്, അല്ലെങ്കിൽ കർത്താവായ ഈശോ. 2 തരത്തിലും പറയാറുണ്ട്. കർത്താവായ ഈശോ എന്നും പറയാറുണ്ട്, ഈശോ കർത്താവ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതൊന്ന് തുടങ്ങുമ്പോൾ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മട്ടിലാണ് ആരംഭിക്കുന്നത്. പക്ഷെ അതിനും ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇത് തുടങ്ങുമ്പോൾ പറയാനായിട്ട് തോന്നുന്നത് വേറൊരു കാര്യം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പരിചയമുള്ള യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ് കൂടെ കുറച്ച് മെസ്സേജുകൾ അയച്ചു. അപ്പൊ ആ യുവാവ് ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പെങ്കിലും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ യുവജന ധ്യാന എബൈഡ് ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവിന്റെ ഇഷ്ടിതാവായി സ്വീകരിച്ച ആളാണ്. അതിനു മുമ്പ് ഒരു നാമമാത്ര ക്രൈസ്തവൻ മറ്റു യുവാക്കളെ പോലെ ആയിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് അടിമുടി ജീവിതം മാറി മറിഞ്ഞു. അവന്റെ സർവസ്വം ഈശോയായി തീർന്നു. അതിനുശേഷം അവന് യൂറോപ്പിൽ ജോലി കിട്ടിപ്പോയി. അപ്പൊ അവനോട് ചെയ്യുന്നത് ജോലി ചെയ്ത് ബാക്കി സമയം മുഴുവൻ സ്ട്രീറ്റ് പ്രീച്ചിങ് ആണ്. അവൻ ഒറ്റയ്ക്ക് വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ട്രീറ്റുകൾ തോറും നടന്ന് കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. അപ്പം അവൻ അതുകൊണ്ട് തന്നെ ഈശോയെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇത് ആളുകളിൽ സ്വന്തമായിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. അവരിങ്ങനെ സ്ട്രീറ്റ് പ്രീച്ചിങ്ങിന് പോകുമ്പോൾ അവര് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, ഈ ചില ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ടവര് ഈശോ വെറും മനുഷ്യനാണ്, ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെ ട്രെയിനിങ് കിട്ടിയ അവിടെ ആൾക്കാരുണ്ട്. അവര് ഇവരെ പിടിച്ചു നിർത്തി ബൈബിൾ തന്നെ എടുത്ത് പേജുകൾ തോറും മറിച്ച് ഈശോ ദൈവമല്ല, ഈശോ കർത്താവല്ല, ഈശോ ഒരു മനുഷ്യനാണ്, പ്രവാചകൻ എന്ന രീതിയിൽ പറഞ്ഞ് അടിച്ച് തറപ്പിച്ചേൽപ്പിക്കുകയാണ്. അപ്പം അവരെ നമ്മുടെ ക്രൈസ്തവരായ യുവാക്കൾ നേരിടുന്നുണ്ട്. ക്രൈസ്തവരായ യുവാക്കൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല.
അപ്പോ ഈ ഈശോ പ്രവാചകൻ മാത്രം എന്ന് പറയുന്ന ആളുടെ വാക്കിനാണ് കൂടുതൽ കട്ടി വരുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് വെച്ചാ ഈ ഇതേപ്പറ്റി കുറച്ച് അറിവ് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കും ശരിയായ ഉത്തരം പറയാൻ പറ്റാത്തത് മുഴുവനും നമ്മുടെ അജ്ഞത മൂലമാണ്. ഈശോയെപ്പറ്റി നമ്മൾ ആരും ആഴത്തിൽ പഠിക്കുന്നില്ല. അവന്റെ തീക്ഷ്ണത കണ്ടിട്ട് വാസ്തവത്തിൽ എനിക്ക് വല്ലാത്തൊരിതായിപ്പോയി. എന്തൊരു തീക്ഷ്ണതയാണ് കർത്താവിനെ പറ്റി, കർത്താവിനെ, ഈശോയുടെ ദൈവത്വം, അതിന്റെ സമഗ്രമായ അറിവ് വേണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ തൊട്ടേ ഞാൻ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പൊള്ളുന്നില്ല ഈ പഠനം. നമ്മൾ ആരംഭിച്ച പലരും ഡ്രോപ്പ് ചെയ്ത്, കാരണം നമ്മളിത് ബാധിക്കുന്നില്ല, നമുക്കിത് വലിയ വിഷയമല്ല. നമ്മൾ പള്ളിയിൽ പോകുന്നു, കുർബാന പങ്കെടുത്ത് സുഖമായിട്ട് തിരിച്ചു പോരുന്നു. പക്ഷെ അവരൊക്കെ വിശ്വാസത്തിന്റെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവർക്ക് ജീവൽ പ്രശ്നമാണ്. അവർക്ക് ഈശോ എന്ന് പറഞ്ഞാൽ അവൻ ഈശോയെ പറ്റി പറയുമ്പോൾ എന്റെ ഹൃദയം ജ്വലിക്കുകയാണ്. ഈശോ എന്ന് പറഞ്ഞാൽ എത്ര പ്രധാനപ്പെട്ട ആളാണ് ഇങ്ങനെയുള്ള യുവാക്കൾക്ക്. ഈശോ അവരുടെ ജീവനേക്കാൾ വലുത് ഈശോയാണെന്ന മറ്റുള്ള ഈശോയെ പറ്റി പറയാൻ 1000 നാവാണ് അവർക്ക്. ഈശോയെ പറ്റി പഠിക്കാനായിട്ട് എന്ത് ചെയ്യാൻ തയ്യാറാണത്. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഇത് ഒരു സൈഡ് ആയിട്ട് നമ്മൾ എടുക്കരുത്. നമ്മുടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയെ പറ്റിയുള്ള അറിവ് വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഇത് നമ്മൾ പ്രഘോഷിച്ചേ തീരൂ. കാരണം ഈ സത്യം പറയേണ്ടടുത്ത് പറയാതിരിക്കുമ്പോൾ നുണയാണ് പ്രചരിക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ സങ്കടം അതാണ്. നമുക്ക് ഇത്ര വലിയ ഒന്നാന്തരം ലോകത്ത് ഒരിടത്തും ഇങ്ങനെ സിസ്റ്റം ഇല്ല. കത്തോലിക്ക സഭ പോലെയുള്ള ഓർഗനൈസേഷൻ ലോകത്ത് ഒരിടത്തും ഇല്ല, ഒരു മതത്തിനുമില്ല. എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് നമ്മളെക്കാളെല്ലാം വളരെ ശക്തി കുറഞ്ഞ മതങ്ങളും സഭകളും ഓർഗനൈസേഷൻ എല്ലാം ഈ നമ്മുടെ വിശ്വാസത്തിനെ മുഴുവൻ തകർക്കുന്ന തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ അഹോരാത്രം പണിയെടുക്കുന്നതിന് എല്ലാ മീഡിയാസ് അവർ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ കൈയും കെട്ടാൻ അനങ്ങാതിരിക്കുകയാണ്. അത് കൊണ്ട് ഈ പഠനം നമുക്ക് വ്യക്തിപരമായ ഒരു ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മളത് ആരോടൊക്കെ പറയാൻ പറ്റുമോ പറയണം. എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കണ്ടെന്ന് എനിക്കിപ്പോ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി. എല്ലാവർക്കും അറിയാമെന്ന് അവൻ പറയുന്ന ആർക്കും കൃത്യ ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുന്നതിന് ഉത്തരം, അവരുടെ ചോദ്യം മുഴുവനും ഈശോയുടെ ദൈവത്വമാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മുടെ വിഷയം തന്നെയല്ലേ, നമ്മൾ പഠിക്കുന്ന വിഷയം തന്നെയല്ലേ. ഈശോയുടെ ദൈവത്വമാണ്. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ഈശോ ദൈവപുത്രനാണെന്ന് പഠിച്ചു. 2ാമത്തെ അധ്യായത്തിൽ ഈശോ മിശിഹായാണെന്ന് പഠിച്ചു. 3ാമത്തെ അധ്യായത്തിൽ വരികയാണ് ഈശോ കർത്താവാണ്. അപ്പൊ ഈ ഒരു പൊള്ളുന്ന മനസ്സോടെ ഒരു നീറ്റലോട് കൂടി തന്നെ നമ്മളിത് പഠിക്കാൻ പരിശ്രമിക്കണം. ഈ പുസ്തകം തന്നെയും നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് മുമ്പും ഒക്കെ പല പ്രാവശ്യം വായിക്കണം. അപ്പം വായിക്കുമ്പോഴുള്ള ഗുണം, ഈ പുസ്തകത്തിൽ എഴുതുന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമ്മളുടെ ആർത്തി കാണുമ്പോൾ കൂടുതൽ വിളമ്പിത്തരും പരിശുദ്ധാത്മാവ്. പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒരു പരിമിതി ഉണ്ടാകും വാക്കുകൾക്കെല്ലാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ദാഹമുള്ളവരാകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വഴിതെറ്റാതെ തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ച്, അങ്ങനെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പം യേശുവിനെ കർത്താവ് എന്ന് സഭ ആദ്യം ഏറ്റു പറയുന്നത് അങ്ങനെയാണ്. നമ്മള് സ്ത്രീകന്മാരുടെ വിശ്വാസ പ്രമാണം നേരത്തെ പറഞ്ഞതാണല്ലോ. 1-ാം നൂറ്റാണ്ടിൽ മാമോദീസ ലിറ്റർജിക്ക് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ടതാണ് ഈ അപ്പോസ്തലസ് ക്രീഡ്, സ്ത്രീകന്മാരുടെ വിശ്വാസ പ്രമാണം. അതില് നമ്മള് യേശുവിനെ സംക്ഷിപ്തമായി വിശേഷിപ്പിക്കുന്ന വാക്ക് കർത്താവ് എന്നാണ്. സർവശക്തനായ പിതാവും ആകാശത്തെ മുഴുവൻ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങൾ കർത്താവുമായ. അപ്പം അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ വിശ്വാസ പ്രമാണമൊക്കെ രൂപപ്പെടുന്നത് ഏകദേശം 100 കൊല്ലത്തിന് ശേഷമാണെന്ന് പറയുമ്പോൾ, അത് അനേകം ദൈവിക പണ്ഡിതന്മാരും ജ്ഞാനികളും അനേക വർഷങ്ങൾ രാപകലുള്ള ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും പഠനത്തിലൂടെയും സഭയുടെ സത്യവിശ്വാസവുമായി തട്ടിച്ചു നോക്കി രൂപപ്പെടുത്തിയ വാക്കുകളാണ്. അപ്പൊ ആ വാക്ക് പ്രയോഗം കണ്ടോ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ 2 വാക്കുകളും പരസ്പരം വ്യാഖ്യാനിക്കുന്നതാണ്. ദൈവത്തിന്റെ ഏകപുത്രൻ
എന്ന് പറഞ്ഞ അർത്ഥം അവിടുന്ന് കർത്താവാണ്. ഇപ്പൊ യേശു ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുന്ന് കർത്താവാണ്. അതുപോലെ യേശു കർത്താവാണ് എന്ന് പറയാൻ അർത്ഥം അവിടുന്ന് ദൈവത്തിന്റെ ഏകപുത്രനാണ്. ഈ ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന വാക്ക് എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവം തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദൈവം തന്നെയാണ് ഈശോ എന്ന് കാണിക്കാൻ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ ഏകപുത്രൻ. നമ്മളൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. പക്ഷെ അത് നമ്മൾ ദത്തുപുത്രരാണ്. ദൈവത്തിന്റെ സ്വന്തം പുത്രൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് പറയുന്ന വാക്കാണ് ദൈവത്തിന്റെ ഏകപുത്രൻ. അപ്പോ ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി അങ്ങനെ പറയുമ്പോൾ യേശു കർത്താവാണ് എന്ന അർത്ഥം ആ വാക്യത്തിൽ തന്നെ ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ടെന്ന് വിശ്വാസ പ്രമാണം നമ്മൾ പറയുകയാണ്. യേശു ദൈവപുത്രനാണെന്ന് ദൈവത്തിന്റെ ഏകപുത്രനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടുന്ന് കർത്താവാണെന്നും അവിടുന്ന് കർത്താവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുന്ന് ദൈവത്തിന്റെ ഏകപുത്രനാണ് അഥവാ ദൈവമാണ് എന്നുമാണ് ആമുഖമായിട്ട്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തില് നമുക്കിതിന്റെ അങ്ങോട്ട് നേരെ പോകാം. അപ്പൊ നമുക്ക് കുറച്ച് ആധികാരികമായി ഇത് ഈ കർത്താവ് എന്ന പ്രയോഗം സഭ ഉപയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് നോക്കാം. 455 കണ്ണിയാണ് നമ്മൾ വായിക്കുന്നത്. അതിനു മുമ്പായിട്ട് കുറച്ചുകൂടെ വിശദമായിട്ടുണ്ട്, അത് വായിക്കാം. ആണ് CCC 446 ആണ്. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഹീബ്രുവിലുള്ള യാഹ്വേ എന്ന അവാച്യനാമം പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ് ബ്രാക്കറ്റിൽ കർത്താവ് എന്നാണ്. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഹീബ്രുവിലുള്ള യാഹ്വേ എന്ന അവാച്യനാമം പഴയ നിയമത്തിലെ ഗ്രീക്ക് പരിഭാഷയിൽ കീരിയോസ് അഥവാ കർത്താവ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദം എന്ന നിലയ്ക്ക് കർത്താവ് എന്ന നാമം ചിരപ്രതിഷ്ഠ നേടി. പുതിയ നിയമമാകട്ടെ പിതാവിനെയും പിന്നെ നൂതനമായി യഥാർത്ഥ ദൈവം തന്നെയായി വിശ്വസിക്കപ്പെടുന്ന യേശുവിനെ സൂചിപ്പിക്കാൻ കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. പഴയ നിയമത്തിൽ ഈ കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആരെ പറ്റി പറയാൻ വേണ്ടിയാണ്? യാഹ്വയെ പറ്റി പറയാൻ വേണ്ടിയാണ്. യാഹ്വേ എന്ന ദിവ്യനാമം ദൈവത്തോടുള്ള ആദരവ് മൂലം അവർ ആ പേര് പറഞ്ഞിരുന്നില്ല. ദൈവത്തോടുള്ള ആദരവ് മൂലം ആ പേര് പറയാൻ ഭയപ്പെട്ടിട്ട് മടിച്ചിട്ട് അതിന് പകരമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ് കർത്താവ്. അഡോനായി എന്നാണ് ഹീബ്രുവിൽ. അത് ഗ്രീക്ക് പരിഭാഷ, ബൈബിളിന്റെ ഹീബ്രു പരിഭാഷയിൽ അഡോനായി ആണ്. ഹീബ്രു പരിഭാഷയിൽ അത് കീരിയോസ് എന്നതിന്റെ മലയാളത്തിലുള്ള വാക്കാണ് കർത്താവ്, കീരിയോസ് ദ ലോർഡ്. അപ്പം അവിടെ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന് സമനായവനാണ് ഈശോ എന്ന് വ്യക്തമാക്കുകയാണ്. യാഹ്വയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കീരിയോസ്, കർത്താവ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഈശോയെ
പറ്റി പറയുവാനായിട്ട് ഉപയോഗിക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ 446 നമ്മൾ വായിച്ചത്. 446 നമ്പർ നമ്മൾ വായിച്ചത്. ഇനി 449 പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്ന ദിവ്യ നാമം ഉപയോഗിച്ച് ഈശോയെ സംബോധന ചെയ്യുമ്പോൾ സഭയുടെ വിശ്വാസത്തിന്റെ പ്രഥമ പ്രഖ്യാപനങ്ങൾ ആരംഭം മുതലേ പിതാവായ ദൈവത്തിന് അർഹമായ ശക്തിയും ബഹുമാനവും മഹത്വവും ഈശോയ്ക്കും അർഹമാണെന്ന് ഉറപ്പിച്ച് പ്രസ്താവിക്കും. നേരത്തെ പറഞ്ഞ ആശുപത്രി പറയാണ്, പിതാവായ ദൈവത്തിനുള്ള അതേ അധികാരം, അതേ സ്ഥാനം, അതേ മഹത്വം അവിടുത്തെ ഏകപുത്രനായ ക്രിസ്തുവിനും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആദിമകാലം മുതൽ ഈ കർത്താവ് എന്ന പദം യേശുവിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ദൈവശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനമാണ്. നമുക്ക് അല്പം കൂടെ സിമ്പിളായിട്ട് അതേപ്പറ്റി പഠിക്കാൻ നോക്കാം. ഈ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അത് ഈശോ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഈ ക്രൈസ്തവ വിരുദ്ധ ഗ്രൂപ്പുകളുടെ ഒരു വലിയ ചോദ്യം. ഇതാണ്, ഈശോ ദൈവമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ഈ ചോദ്യം. ഈശോ ദൈവമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? അത് വളരെ ശാലമായ, വളരെ ആഴം കുറഞ്ഞൊരു ഒരു ഒരു അക്യൂസേഷൻ ആണിത്. അതിനേക്കാൾ വളരെ ആഴത്തുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും അങ്ങ് ചോദിക്കുമ്പോൾ നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തില് അന്ത്യത്താഴം ആണ് പശ്ചാത്തലം. ശിഷ്യന്മാരുടെ കാലുകൾ ഈശോ കഴുകി അവരെ അനുഗ്രഹിക്കുന്ന ആ രംഗത്ത് നമ്മൾ കാണുന്ന 13-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ വാക്യം നമുക്ക് നോക്കാം. ഇത്തരം ചോദ്യങ്ങൾ സിമ്പിൾ ആണെങ്കിൽ പോലും അതിന് പലർക്കും ഉത്തരം പറയാൻ പറ്റാറില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 12 മുതൽ 14 വരെ. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം യേശു മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. 13-ാം വാക്യത്തിൽ ഈശോ പറയുന്നത് കേട്ടോ, നിങ്ങൾ എന്നെ വിളിക്കുന്ന പേര് ശരിയാ, ആ പേര് ശരിയാ, എന്റെ പേര് തന്നെയാ. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. കർത്താവോടെ സൈൻ ചെയ്ത് കഴിഞ്ഞു. കർത്താവ് എന്ന ഈശോയെ വിളിക്കുന്നത് ശരിയായ വിളിയാണെന്ന് ഈശോ അവിടെ ഉറപ്പിച്ച് പറയാം. അത് ഈശോ ഒന്നുകൂടെ ആവർത്തിക്കുന്ന കാണാൻ പറ്റും 14-ാം വാക്യത്തിൽ, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ. ബാക്കി പറയുന്ന ഭാഗം നമുക്കിവിടെ പ്രസക്തമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. എങ്കിൽ ആ വാചകം നോക്കുക, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ. അവര് വിളിച്ചത് ഓർഡർ മാറ്റിയാ പറയുന്നത്. ഈശോ ആദ്യം പറയുന്നത് നിങ്ങൾ എന്നെ ഗുരു എന്ന വാക്കാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരു എന്ന് കർത്താവ് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുമ്പോൾ തിരിച്ചാ പറയുന്നത്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ. കർത്താവ് ആ ഓർഡർ മാറ്റുന്നതുണ്ട്. അപ്പൊ ഗുരു എന്നത് ആർക്കും വേണം ഉപയോഗിക്കാമല്ലോ. കുറെ പേരെ പഠിപ്പിക്കുന്ന ആരെയും ഗുരു എന്ന് വിളിക്കാം. പക്ഷെ കർത്താവ് എന്ന് ഒരൊറ്റ ആളെ വിളിക്കാൻ പറ്റുള്ളൂ, ഈശോയെ മാത്രമാണ്. അപ്പൊ ഈശോ ക്ലെയിം ചെയ്യാണ്, യെസ് ഐ ആം ദ ലോർഡ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ. അപ്പം നമ്മൾ ക്ലാസ്സുകളുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതൊന്ന് ഓർക്കുന്നുണ്ടാകും. ദൈവവചനം ശരിയായി അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ പ്രബോധനം കൂടിയേ തീരും. ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനങ്ങളും സഭയുടെ പ്രബോധനം കോംപ്ലിമെന്ററി ആണ്.
സഭയുടെ പ്രബോധനമാണ് വചനത്തിന്റെ വെളിച്ചം തരുന്നത് നമുക്ക്. അല്ലാതെ ഇരുണ്ടിരിക്കും, നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾ എന്നെ ഗുരുവെന്നും നിങ്ങൾ എന്നെ ആദ്യം അവരുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഈശോ 13-ാം വാക്യം, യോഹന്നാൻ 13:13 നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. പിന്നെ ഈശോയുടെ എടുത്തു പറയും, ഈശോയുടേതായിട്ട് പറയുമ്പോൾ മറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ. അപ്പൊ ഈ കർത്താവ് എന്ന വാക്ക് ഈശോയുടെ ഉപയോഗിച്ചിരിക്കുക എന്തർത്ഥത്തിലാണെന്ന് അവിടെ എഴുതിയിട്ടില്ല, ബൈബിൾ എഴുതിയിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന്റെ ഡിക്ഷണറി കത്തോലിക്ക സഭയുടെ മതബോധനം തന്നെയാണ്. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ 455-ാം ഖണ്ഡിക, നമ്മൾ നേരത്തെ വായിച്ചത് 446 നമ്മൾ വായിച്ചിരുന്നു. 2 വാക്യമാണ് നമ്മൾ വായിച്ചത്. 446 449 നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു പശ്ചാത്തലമായിട്ട്. ഇപ്പൊ 455 വളരെ കൃത്യമായിട്ടും ഏറ്റവും ബ്രീഫായിട്ടും പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്ന അഭിധാനം, ടൈറ്റിൽ, കർത്താവ് എന്ന പദവി പേര്, ടൈറ്റിൽ, അഭിധാനം ദൈവിക പരമാധികാരം സൂചിപ്പിക്കുന്നു. കണ്ടോ? ദൈവിക അധികാരമൊന്നുമല്ല, ദൈവിക പരമാധികാരം സൂചിപ്പിക്കുന്നു. യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴെല്ലാം കർത്താവായ യേശുവേ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പലപ്പോഴും പറയാറുണ്ട്. പല പ്രാർത്ഥനകളും നമ്മൾ കർത്താവേ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. ചിലയിടത്ത് കർത്താവായ യേശുവേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് എന്ന നാമം പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും യേശുവിനെ പറ്റിയാണത്. പഴയ നിയമത്തിൽ കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് യാഹ്വയെ ഉദ്ദേശിച്ചാണ് ആണെങ്കിൽ, പുതിയ നിയമത്തിൽ ഈശോയെ പറ്റിയും അതാണ് ഏക കർത്താവും. ഒരു കർത്താവേ ഉള്ളൂ, ഒരു കർത്താവ്, ഒരു ദൈവവും. അതിലേക്ക് നമ്മൾ പിന്നെ വരും. അപ്പോൾ യേശു താൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പറയേണ്ട ഭാഗമാണിത്. യോഹന്നാൻ 13:13-14. പക്ഷേ ഈ തർക്കിക്കുന്നവർ ഒരിക്കലും മതബോധനത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല. മതബോധനത്തെ അവർ അംഗീകരിച്ചു വരികയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, വചനത്തിന്റെ അർത്ഥം സഭയാണ് പറഞ്ഞു തരുന്നത്. കാരണം വചനം ഉണ്ടായത് സഭയിലാണ്. അത് ആ തത്വം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഡോക്ടർ സ്കോട്ട് ഹാൻ, ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതന്മാരൊരാളാണ്. ഡോക്ടർ സ്കോട്ട് ഹാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്, റീഡ് ദ ബൈബിൾ ത്രൂ ദ ഹാർട്ട് ഓഫ് ദ ചർച്ച്. റീഡ് ദ ബൈബിൾ ത്രൂ ദ ഹാർട്ട് ഓഫ് ദ ചർച്ച്, ഓർ ലുക്ക് അറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ത്രൂ ദ ഐസ് ഓഫ് ദ ചർച്ച്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് പ്രിന്റ് ചെയ്ത് സ്വർഗത്തിൽ ഇങ്ങോട്ട് അയച്ചു തരികയല്ല ചെയ്തത്. ബൈബിള് രൂപപ്പെട്ടത് സഭയിലാണ്. അതുകൊണ്ട് സഭയ്ക്ക് മാത്രമേ അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ മനസ്സിലാകുകയുള്ളൂ, പഠിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പഠനങ്ങളിൽ ഈ സഭാപ്രബോധനം ഒരു സന്തത സഹചാരിയായിട്ട് കൊണ്ടുനടന്ന് അത് വായിക്കുന്നത്, പഠിക്കുന്നത്. ശരി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: ഈ ഉത്ഥാനത്തിന് ശേഷമാണ് ശിഷ്യന്മാർ ഈശോയെ കർത്താവ് എന്ന് പലപ്പോഴും പരസ്യജീവിത കാലത്ത് സംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ ഉത്ഥാനത്തിന് ശേഷമാണ് അവർക്ക് ഈശോ ആരാന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. ഈ ചില ഭാഷാശൈലിയിൽ സർ എന്നതിന് പകരം കർത്താവ് എന്ന് പറയുന്ന രീതിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഉന്നതത്തിലെ ശക്തി വന്ന് അദ്ദേഹത്തെ തട്ടി താഴെയിട്ടു. അപ്പോൾ സാവൂൾ നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുക ചോദിക്കുമ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ POCയുടെ നിങ്ങളെ കയ്യിരിക്കുന്ന നിലവിലുള്ള പുസ്തകത്തെ ചോദിച്ചിരിക്കുന്നത് കർത്താവെ എന്നാണ്. കർത്താവെ അങ്ങാരാണ്. അവിടെ
തീർച്ചയായിട്ടും പൗലോസ്യ ഈശോ ആരാണെന്ന് ദൈവമാണെന്ന് പറയുകയല്ല. അവിടുത്തെ പശ്ചാത്തലത്തിൽ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് ഒരു സർ, ഒരു ബഹുമാന ആദര സൂചക വാക്കാണ്. എന്നാൽ പിയോസിന്റെ ഈ പുതിയ ടെക്സ്റ്റിൽ, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷനിൽ അവിടെ ഉപയോഗിച്ച വാക്ക് കർത്താവ് എന്നല്ല, മറിച്ച് അവൻ ചോദിച്ചു, പ്രഭോ നീ ആരാണ്? മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോൾ ഈ കർത്താവ് എന്ന ഒരു വാക്ക് ഈ പ്രഭോ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരു ബഹുമാന്യനായ, ആദരണീയനായ, ഉന്നതനായ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ കർത്താവ് എന്ന് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഉത്ഥാന ശേഷം ശിഷ്യന്മാര് ഈശോനെ കർത്താവ് എന്ന് വിളിക്കുന്നത് അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല. മറിച്ച് ഉത്ഥാനത്തിലൂടെ യേശുവിന്റെ ദൈവത്വം സംശയരഹിതമായി സ്പഷ്ടമാക്കപ്പെട്ടു കഴിഞ്ഞു. മരണത്തിന്മേൽ അവൻ വിജയം നേടി. അതുകൊണ്ട് ഈ കർത്താവ് എന്ന് ശിഷ്യന്മാര് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം പറയുന്ന രംഗങ്ങൾ നമ്മൾ നിരീക്ഷിക്കുന്നത് വളരെ സഹായകരമാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ നമുക്ക് ഏറെ പരിചയമുള്ള കാര്യമാണ്. പക്ഷെ അത് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. യോഹന്നാൻ 20-ന്റെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഉത്ഥാനത്തിന് ശേഷം യോഹന്നാൻ 20-ന്റെ 18 ഉത്ഥാന ശേഷമുള്ള, അപ്പൊ യേശുവിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത ശിഷ്യരുടെ ചില ഉദാഹരണം ഉപയോഗിക്കുന്നത്. ഉദാഹരണം മഗ്ദലന മറിയം, ഈശോയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. കല്ലറയിൽ വെച്ച് ഈശോ മറിയം എന്ന് വിളിച്ചപ്പോൾ ഈശോ സ്വരം കേട്ട് സമ്പൂർണ്ണ അടിയറ വയ്ക്കുന്ന രംഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം നമ്മൾ യോഹന്നാൻ 20:18 വായിക്കുന്നതിനെയാണ്, മഗ്ദലന മറിയം ചെന്ന് താൻ കർത്താവിനെ കണ്ടു. അതിനു മുമ്പ് അവർ ഉപയോഗിച്ച വാക്ക് ഗുരു എന്നാണ്. അവൾ ഉപയോഗിക്കുന്ന വാക്കാണ് ചെന്ന് താൻ കർത്താവിനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ മഗ്ദലന മേരി തിരിച്ചറിയുന്നത് കർത്താവായിട്ടാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് 2-3 വാക്യം മുന്നോട്ട് പോകുമ്പോൾ 24 മുതൽ വായിക്കാം. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അവരെന്താ പറയാനിരുന്നത്? ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ ഈശോയെ കണ്ടു. അതിന് പകരം അവര് ഉപയോഗിക്കുന്ന വാക്ക് കണ്ടോ, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഈശോ ദൈവമാണെന്ന് ഏറ്റു പറയാണ്. അത് തോമാശ്ലീഹായ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പലപ്പോഴും അദ്ദേഹം പറയുന്നത്. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ വിലാവ് എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതാണ്. നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാമല്ലോ. എന്നിട്ട് ആ കർത്താവിനെ കണ്ടപ്പോ എന്താ നോക്കുക. 27-ാം വാക്യം പറയുന്നത് ഇതാണ്, അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാവിൽ വെക്കുക, അവിശ്വാസിയാതെ വിശ്വാസിയായിരിക്കുക. ഉടനെ ഇതൊക്കെ തോമാശ്ലീഹ ചെയ്തോ എന്ന് നമുക്കറിയില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. വിലാവിൽ കൈവച്ചോ മുറിവുകൾ പരിശോധിച്ചോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ കർത്താവ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉടനെയുള്ള തോമസിന്റെ പ്രതികരണം കണ്ടോ? തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ. അപ്പോൾ മഗ്ദലന മേരി കർത്താവിനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റിയുള്ള അവളുടെ തിരിച്ചറിവ് അതാണ്. യൂദാസ് ഒഴിച്ച് ബാക്കി 10 ശിഷ്യന്മാരുണ്ട്, അവരും കർത്താവിനെ കണ്ടു എന്നാ പറയുന്നത്. തോമായ്ക്ക് മാത്രം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, യേശു കർത്താവാണെന്ന്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിട്ട് കണ്ടപ്പോൾ തോമ അറിയാതെ വിളിച്ചു പറയുകയാണ്, യു ആർ ദ ലോർഡ്, എന്റെ കർത്താവേ.
അപ്പോൾ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് തോമാസിയെ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. എന്റെ കർത്താവെ, ഒരു കോമായിട്ടിട്ട് ദൈവമേ. അപ്പൊ അങ്ങനത്തെ പ്രയോഗത്തിനർത്ഥം നമുക്കറിയാം. രണ്ട് പേരുകൾ അടുത്തടുത്ത് വരുമ്പോൾ ആദ്യത്തേതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തേത്. ഒരു കോമായിട്ടിട്ട് എഴുതിയാൽ അതിന്റെ അർത്ഥം ആദ്യം പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്റെ കർത്താവെ എന്ന് തോമാസിനെ പറയുന്നു. അതിന്റെ അർത്ഥം എന്റെ ദൈവമേ എന്നാണ് എന്ന് തോമാസിയ തന്നെ ഇവിടെ പറയുന്നതായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നീട് ഈ സംഭവത്തിന് ശേഷം അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിബേരിയസ് കടൽത്തീരത്ത് 7 ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോകുന്നതും മീൻപിടുത്തത്തിട്ടൊന്നും കിട്ടാതിരിക്കുന്നതും അതിവെളുപ്പാൻ കാലത്ത് ഈശോ കടൽക്കര വന്ന് നിൽക്കുന്നതൊക്കെയാണ്. അതിന്റെ അത് കഴിഞ്ഞിട്ട് അവരോട് മീൻ പിടിക്കാനായിട്ട് പറയുന്നു. മത്സ്യം വഞ്ചി നിറയെ കിട്ടുന്നതായിട്ട് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലാകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർ കഴിഞ്ഞില്ല. അപ്പം ആ അത്ഭുതകര മീൻപിടുത്തത്തിന് പശ്ചാത്തലത്തിൽ യോഹന്നാന് ഒരു തിരിച്ചറിവ് കിട്ടുകയാണ് ഈ നിൽക്കുന്ന ആളാരാണെന്ന്. 7-ാം വാക്യത്തിൽ പറയാണ്, യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അപ്പോൾ യോഹന്നാൻ യേശുവിന്റെ വശത്തിൽ ചാരി കിടന്നിരുന്നവൻ യേശുവിന്റെ മനുഷ്യത്വത്തിൽ, യേശു ദൈവവും മനുഷ്യനുമാണ്, പക്ഷെ യേശുവിന്റെ മനുഷ്യത്വത്തിലാണല്ലോ ശിഷ്യന്മാര് അവനോട് സമ്പർക്കപ്പെട്ട് നടന്നത് 3 കൊല്ലം. പക്ഷെ ഇപ്പൊ യോഹന്നാൻ വ്യത്യസ്തമായ ഒരു കാര്യം പറയുകയാണ്. അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്. അത് തുറന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വാക്ക് പത്രോസിനെ വല്ലാതെ പിടിച്ചുറച്ചെന്നാ പറയുന്നത്. അവൻ കർത്താവാണെന്ന് കേട്ടപ്പോ ശിമോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നുകൊണ്ട് പുറംകുപ്പായിടത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. അപ്പോൾ ഈ കർത്താവ് ആണിവനെങ്കിൽ അവന്റെ മുമ്പ് നിൽക്കാൻ ഒരുപാട് ഒരുക്കം വേണം. അതെല്ലാം വാക്യത്തിൽ കാണിക്കുന്നുണ്ട്. പത്രോസ് അവൻ കർത്താവെന്ന് കേട്ടപ്പോൾ പത്രോസ് പുറംകുപ്പായി എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്തിനാണ്? ഈ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വേഗത്തിലെത്താൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ അവിടെ തന്നെ വായിക്കുന്നുണ്ട്. 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത് കർത്താവാണ്. ഇനി അല്പം വാക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. അപ്പൊ അത് യോഹന്നാൻ തിരിച്ചറിയുന്നു, യേശു പഴയ യേശു അല്ല. അവരുടെ മുമ്പിൽ പ്രതിഷ്ഠപ്പെട്ട, അവരുടെ കൂടെ നടന്ന, അവരുടെ കൂടെ ഭക്ഷിച്ച, അവരുടെ കൂടെ യാത്ര ചെയ്ത, അവരുടെ കൂടെ താമസിച്ച ആ യേശു ഇപ്പോൾ കർത്താവാണ്, ദൈവമാണ്. നേരത്തെ യേശു അങ്ങനെ തന്നെയാണ്. അവർക്ക് വ്യക്തമാകുന്ന ഉയർപ്പിന് ശേഷം സംശയം ഇനി ഒട്ടുമില്ല, ഉറപ്പായി. പിന്നീട് ആ അധ്യായം അവസാനിക്കുന്ന ഏറ്റവും ഹൃദ്യമായ രംഗമാണല്ലോ പത്രോസ് ഈശോയും തമ്മിലുള്ള ഒരു ഹൃദയസ്പർശിയായ കൂടിക്കാഴ്ച രംഗം. അത് നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ്. 3 പ്രാവശ്യം ഈശോയെ ഏറ്റുപറയുന്ന രംഗം. ആ 3 പ്രാവശ്യവും ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് ഓരോ സമ്മാനവും കൊടുക്കുന്നുണ്ട്. അത് ലോകം മുഴുവനിലുള്ള എല്ലാ മനുഷ്യരുടെയും മേലുള്ള അധികാരമാണ്. ലോകം മുഴുവനുള്ള സകല മനുഷ്യരുടെയും മേലുള്ള ഒരു ആധ്യാത്മിക അധികാരം പത്രോസിന് കർത്താവ് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 21-ാം അധ്യായം 15 മുതൽ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു. അപ്പം കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു, മറ്റ് ശിഷ്യന്മാർക്കും ബോധ്യമായി കർത്താവാണെന്ന്. അതിനുശേഷം വീണ്ടും അതേ ആ പ്രബോധനം ഉറപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ എഴുതുകയാണ്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ ഇവനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഓവ് കർത്താവേ. ഓവ് ഗുരോ എന്നാണ് പറയേണ്ടിയിരുന്നത് അവരുടെ പതിവനുസരിച്ച്. അല്ല,
അവരുടെ പേര് മാറ്റി, ഉവ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യത്തിൽ വീണ്ടും ചോദിക്കുകയാണ് ഇതേ ചോദ്യം. അതിന് മറുപടി അങ്ങനെ തന്നെയാ, ഉവ് കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മൂന്നാമതും ചോദിക്കുന്നുണ്ട്. അപ്പോഴും 17-ാം വാക്യത്തിൽ പത്രോസ് കൊടുത്ത മറുപടി ഇതാണ്, കർത്താവേ നീ എല്ലാം അറിയുന്നു. അപ്പൊ ആദ്യത്തെ തവണ യേശു കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത സമ്മാനം ഇതാണ്. യേശുവായിട്ട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം യേശു കർത്താവാണെന്ന് പറയുമ്പോൾ അപ്പോഴും കൊടുക്കുന്ന ഒരു പ്രത്യേക സമ്മാനം, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും അത് തന്നെ ആവർത്തിക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പോൾ ഈ കർത്താവ് എന്ന ഏറ്റുപറച്ചിലും അജഗണങ്ങളുടെ മേലുള്ള അധികാരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അജഗണങ്ങളെ തീറ്റിപ്പോറ്റുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം കൊണ്ടാണ്. എന്താണ് വിശ്വാസം? എന്ത് വിശ്വാസമാണ് അജഗണങ്ങൾക്ക് കൊടുക്കേണ്ടത്? ശിഷ്യന്മാരുടെ തലവനായ പത്രോസ്, യേശു കർത്താവാണെന്ന് സത്യം, യേശു കർത്താവാണെന്ന് പത്രോസ് പ്രഘോഷിക്കണം. അത് പ്രഘോഷിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ കുഞ്ഞാടുകളുടെ വിശപ്പ് തീരുകയുള്ളൂ. അപ്പൊ കുഞ്ഞാടുകൾക്ക് പത്രോസ് കൊടുക്കേണ്ട ഭക്ഷണം ഇതാണ്, യേശു കർത്താവാണെന്ന സത്യം അവരെ പഠിപ്പിക്കുക. ഇത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിമ സഭയിലെ സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം അങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പത്രോസിന്റെ ഏറ്റവും പ്രമുഖമായ പ്രസംഗമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില്. നമുക്ക് ആ ഭാഗം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ 5 പ്രസംഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേതും സർവപ്രധാനമായതും 2-ാം അധ്യായത്തിലാണ്. അവിടെ പത്രോസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 22-ാം വാക്യത്തിൽ പത്രോസിന്റെ പ്രസംഗം എന്ന ഹെഡിങ് 14-ാം വാക്യം മുതൽ ഉണ്ടെങ്കിലും പത്രോസിന്റെ പ്രസംഗം ആരംഭിക്കുന്നത് 22-ാം വാക്യത്തിലാണ്. അത് നീണ്ട പ്രസംഗമാണ്. അതിന്റെ ഏറ്റവും ഹൃദയം എന്ന് പറയുന്നത് ആയിട്ടുള്ള വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം, അതിനകത്ത് മുഴുവൻ എടുക്കാതെ. 23-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ സുനിശ്ചിതമായ പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണത്തിന്റെ യാതനകളിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. അത്രയും മതി അവിടുത്തെ. 23-ാം വാക്യം നമ്മൾ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2:23 വായിച്ചത്. ഇനി അതിന് തുടർച്ച 32-ാം വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാം. 32-ാം വാക്യത്തിൽ അത് തന്നെ ആവർത്തിക്കുകയാണ്. ആ യേശുവിനെ, അതായത് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും ഇതിന് സാക്ഷികളാണ്. എന്നിട്ട് ആ പ്രസംഗം അവസാനിപ്പിക്കാൻ നോക്കുക 36-ാം വാക്യത്തിൽ. അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ഭവനം മുഴുവനും ഉറപ്പായി അറിയട്ടെ. പത്രോസിന്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം, ആ ചരിത്ര പ്രധാന പ്രസംഗത്തിന്റെ കാമ്പെന്താണ്? നിങ്ങൾ തറച്ചു കൊന്നു. ഒരു മനുഷ്യനാണല്ലോ അങ്ങനെ കുരിശെ തറച്ച് വധിക്കപ്പെടണമെങ്കിൽ. ഒരു ദൈവമാണ് അത് എതിർക്കുകയല്ലേ? ദൈവമാണെങ്കിൽ തന്റെ ശക്തി പ്രാഭവം കാണിക്കുമല്ലോ. ഒരു ദുർബലനായ മനുഷ്യനായതുകൊണ്ടല്ലേ കുരിശെ തറച്ചു വന്നപ്പോ കീഴടങ്ങേണ്ടി വന്നത്. അങ്ങനെയാണ് ഈശോയുടെ മരണം മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ കണക്കാക്കാൻ ഈശോ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തൊക്കെ നടന്നെങ്കിലും കണ്ട പാവം അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞ അധ്യായം ക്ലോസ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ പത്രോസ് പറയാണ്, നിങ്ങളത് അവനെ കുരിശിൽ തറച്ച് കൊന്നെങ്കിലും ദൈവം അവനെ ഉയർപ്പിച്ചു. എന്നിട്ട് പ്രത്യേകം പറയുന്നത് കണ്ട്, അവനെ കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. പത്രോസിന്റെ പ്രസംഗം ചുരുക്കത്തിൽ പറയുന്നത് എന്താണ്?
യേശു കർത്താവാണ്. ജീസസ് ഈസ് ലോർഡ്. അതിന്റെ ഫലം കണ്ടോ? അതിന്റെ ഫലം എന്താണെന്ന് നോക്കിയേ. യേശു കർത്താവാണ് പത്രോസ് പറഞ്ഞ ഉടനെ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുക ഇങ്ങനെയാണ്: ഏത് കേട്ടപ്പോൾ നിങ്ങൾ കുരിശ് തറച്ച് കൊന്ന യേശുവിനെ ഉയർപ്പിച്ച് കർത്താവായി ഉയർത്തി എന്ന ആ താക്കോൽ വാക്യമാണ്, കീ സെന്റൻസ് ആണ്. അത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. ആരാണ് ഈ അവരെന്ന് പറയുന്നത്? ക്രിസ്തുവിനെ അവഹേളിച്ച് ക്രൂശിച്ച് അത് ആഘോഷിക്കുന്ന യഹൂദജനം. ഇത് കേട്ടതോടെ അവരെല്ലാം മട്ടുമാറി, അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോട് മറ്റ് അപ്പൊസ്തലന്മാരും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒറ്റ വാക്യത്തിൽ എല്ലാം ഉണ്ട്. അവരുടെ തെറ്റുകളെല്ലാം തിരിച്ചറിയുന്നു. അതേ ന്യായീകരിക്കുന്നതിന് പകരം ഹൃദയം പൊട്ടി വിലപിക്കുന്നു. ഇതിന് എന്ത് പരിഹാരമാണ് ഞങ്ങൾ ചെയ്യാവേ എന്ന മട്ടിൽ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും? ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് സഭയുടെ കെരിഗ്മ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കെരിഗ്മ. അതായത് അപ്പസ്തോലിക് കെരിഗ്മ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ രത്ന ചുരുക്കം. സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ രത്ന ചുരുക്കത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പസ്തോലിക് കെരിഗ്മ. എന്താണ് ഈ കെരിഗ്മ? ജീസസ് ഈസ് ലോർഡ്. യേശു കർത്താവ്. അതായിരുന്നു ആദിമസഭയുടെ വചന പ്രഘോഷണത്തിന്റെ കേന്ദ്ര വിഷയം. യേശു കർത്താവാണ്. പത്രോസ്ലീഹ പിന്നീട് പറയുന്നുണ്ട്, പത്രോസിന്റെ ഒരു ക്രൈസ്തവൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അതും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പരിചയമുള്ള വാക്കാണ്. 1 പത്രോസ് 3:15. അതിങ്ങനെയാണ്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. കർത്താവായി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സർവശക്തനായ ദൈവമായി. അപ്പം സർവശക്തനായ ദൈവമായ യേശുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജീവിതം മുഴുവനും അവന്റെ മുമ്പിൽ അടിയറ വെക്കണം. അതാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം. അതാണ്. യേശു കർത്താവാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ, അതായത് യേശു ദൈവം തന്നെയാണ് എന്ന് അംഗീകരിക്കുകയാണ്. യേശുവാണ് ദൈവമെങ്കിൽ പിന്നെ ആ ദൈവത്തിന്റെ വെറൊരു സൃഷ്ടി മാത്രമാണ് ഞാൻ. അപ്പൊ എന്റെ ഉടമസ്ഥൻ അവനാണ്, ഞാനല്ല. എന്റെ ജീവിതത്തിന്റെ മേൽ എനിക്കല്ല അധികാരം, അവന് മാത്രമേ അധികാരമുള്ളൂ. എന്റെ ജീവിതം അവന്റെ മുമ്പിൽ ബലിയാക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പം ഈ കർത്താവാണെന്ന ഏറ്റ പറച്ചില് നമുക്കിന്ന് പറയുന്നത് വില കൊടുക്കണ്ട. പക്ഷെ ആദിമ നൂറ്റാണ്ടിൽ ഈഡിക്റ്റോ മിലാൻ വിളംബരം വരെ ക്രിസ്തുമതം നിരോധിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ സീസറിനെ കർത്താവ് എന്ന് വിളിച്ച് ആരാധിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അത് ലോകം മുഴുവനുള്ള മനുഷ്യര് പാലിക്കേണ്ട നിയമമായിരുന്നു. കർത്താവായിട്ട് സീസറിനെ ആരാധിക്കണം, സീസറിന്റെ മുമ്പിൽ ധൂപം അർപ്പിക്കണം. അപ്പൊ എല്ലാ മനുഷ്യരും തയ്യാറാക്കുക, എല്ലാം വേറെ ചോയ്സ് ഇല്ല. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സീസറിനെ കർത്താവ് എന്ന് വിളിക്കുകയില്ല, അത് അംഗീകരിക്കുകയില്ല, അവന് ആരാധന അർപ്പിക്കുകയില്ല. മറിച്ച് കർത്താവെന്ന പേരിന് അർഹൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശോ മിശിഹ. അതുകൊണ്ട് ഈശോയെ മാത്രമേ ഞങ്ങൾ കർത്താവെന്ന് വിളിക്കുകയുള്ളൂ.
അവിടുത്തെ മാത്രമേ അപ്രകാരം ആരാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞവരെ എല്ലാം കൂട്ടത്തോടെ ഇരുമ്പ് ചൂളയിലേക്ക് എറിഞ്ഞ് ദഹിപ്പിച്ചു കളഞ്ഞു, അല്ലെ സിംഹങ്ങളുടെ വായിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഈ കർത്താവെന്ന വാക്ക് അവർ പ്രഖ്യാപിച്ചത് നമ്മളെപ്പോലെ വള്ളി വന്ന് അങ്ങോട്ടേക്ക് നോക്കുന്ന കർത്താവെ കർത്താവ് എന്ന് വിളിക്കുകയല്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ വിറ്റാണ് യേശുവിനെ കർത്താവ് എന്ന് പ്രഘോഷിച്ചത്. അപ്പൊ പത്രോസ് ഇങ്ങനെ പറയുമ്പോൾ യേശുവിനെ കർത്താവായി പൂജിക്കാന്ന് പറയുമ്പോൾ അത് എപ്പോഴും പറഞ്ഞ് എൻ്റെ മഹത്വം മറന്നു പോകരുത്. യേശുവിനെ കർത്താവായി പൂജിക്കാന്ന അർത്ഥം ഞാൻ യേശുവിന്റെ അടിമയായി തീരണം എന്നാണ്. ഈ എവിടെ അടിമ എന്ന് വാക്ക് വയ്ക്കുന്ന നല്ല അർത്ഥത്തിലാണ്, ഒരു പോസിറ്റീവ് അർത്ഥത്തിലാണ്. എൻ്റെ മേൽ സമസ്ത അധികാരവും യേശുവിനെ ഉള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിന് മേൽ യാതൊരു അധികാരവും ഇല്ല. എൻ്റെ ജീവിതത്തിലുള്ള ഒന്നിൻ്റെ മേൽ എനിക്ക് ഉടമസ്ഥാവകാശവുമില്ല. അതെല്ലാം യേശുവിന് മാത്രമുള്ളതാണ്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എല്ലാം യേശുവിൻ്റെതാണ്. I myself belong to Jesus. I do not belong to me. ഞാൻ ഒന്നും എൻ്റെതല്ല. ഇതെല്ലാം ഭയങ്കര അർത്ഥമാണ് എന്നെ വരുന്നത്. യേശുവിനെ കർത്താവെ പൂജിക്കുക. അത് തന്നെ പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ കർത്താവാണെന്ന് പറയണമെങ്കിൽ പറയുന്നത് തന്നെ ഒരു ദൈവിക വെളിപാടാണെന്ന് പറയുന്നത്. കൊരിന്തോസുകാരുടെ 1-ാമത്തെ ലേഖനത്തിലാണത്. 1 കൊരിന്തോസ്. അതും വളരെ പരിചിതമായൊരു വചനമാണല്ലോ. 1 കൊരിന്തോസ് 12:3 അത് പറയുന്നത് കർത്താവാണെന്ന് അർത്ഥവത്തായി വെറുതെ കോപ്പിയടിച്ച് പറയാൻ ആർക്കും പറ്റും. അത് പൂച്ചയ്ക്കും പറ്റും, പട്ടിക്കും പറ്റും, തത്തമ്മയ്ക്കും പറ്റും. പക്ഷെ യേശു കർത്താവാണെന്ന് ഉള്ളിൽ തട്ടി പറയുന്ന ഒരാള് പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞ ആളിനെ പറ്റുള്ളൂ. 1 കൊരിന്തോസ് 12:3 യേശു അതിന് 1 കൊരിന്തോസ് 12:3 വചനത്തെ ഏറ്റവും അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണ് വായിക്കുന്നത്. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒന്ന് ഓർത്ത് നോക്കുക. ഈ ആദിമസഭയില് മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ജനലക്ഷങ്ങൾ യേശു കർത്താവാണെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ആ പെന്തക്കോസ്ത നാളിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ് അവര് 100 കൊല്ലങ്ങളായി ജീവിക്കുന്നത് ആദിമ ക്രൈസ്തവർ. പെന്തക്കോസ്ത നാളിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകത്തിന്റെ ലൈവായിട്ട് നിൽക്കുക. അവര് വളരെ സജീവമായ അഭിഷേകത്തിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവര് തീച്ചുകളിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് കർത്താവാണെന്ന് പറഞ്ഞ് അതിന് തയ്യാറാകുന്നത്. ആർക്കവാളിന്റെ മുമ്പിൽ കഴുത്തിന് കെട്ടിക്കൊടുക്കും. അപ്പം ആ പറച്ചില് അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് വിട്ടുന്നത്. ഈ അർത്ഥത്തിൽ വേണം പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മൾ. പൗലോസ് അപ്പോസ്തലൻ ഇപ്പൊ നമ്മൾ ഒന്നുകൂടെ വായിക്കാം. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവുടെ അല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. നമ്മൾ കുർബാനയിലും പ്രാർത്ഥനയിലൊക്കെ അനേക തവണ കർത്താവ് കർത്താവ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജ്വലിച്ച് പറയുമ്പോൾ അതിന് പ്രത്യാഘാതം ഉണ്ടാകും. ലോകം മുഴുവനിലും അതിന് വ്യത്യാസം ഉണ്ടാകും. റോമാലേഖനം 10:9 നമ്മൾ വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥത്തിലായിരിക്കണം. റോമാലേഖനം 10:9 പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാനുള്ള പ്രഥമ വ്യവസ്ഥ എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറയുന്നത് സെയിം ആണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആരെയാ? മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നവൻ ദൈവമല്ല. മനുഷ്യൻ മരിച്ചാൽ മരിച്ചവർ തന്നെ. പിന്നെ മരണത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരാൻ പറ്റിയല്ല. മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവൻ ആരാണ്? അവൻ ദൈവം തന്നെയാണ്. അപ്പം യേശുവിനെ ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് ചുറ്റിവിളച്ച് പറയണമെന്നേ ഉള്ളൂ. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ യേശു ദൈവമാണ്. അപ്പൊ യേശു ദൈവമാണെന്ന് ഉള്ളിൽ വിശ്വസിക്കുന്നതാണ് രണ്ടാമത് പറയുന്നത്. ആദ്യം പറയുന്നത് അത് അധരം കൊണ്ട് ഏറ്റു പറയുന്നതാണ്. രണ്ടും ഒരു തുല്യ പ്രാധാന്യമുണ്ട്.
യേശു കർത്താവാണെന്ന് ഉള്ളിൽ വിശ്വസിക്കാൻ നമുക്ക് നഷ്ടമൊന്നും വരികയില്ല. ആരും അറിയാൻ പോകും നമ്മൾ എന്താ വിശ്വസിക്കണം. പക്ഷെ യേശു കർത്താവാണെന്ന് ചങ്കൂറ്റത്തോടെ പ്രതിസന്ധിയായിട്ട് പ്രതികൂല സാധനം പറഞ്ഞാൽ ജീവൻ പോകും, കരുത്തു പോകും. അപ്പൊ ഇത് എഴുതപ്പെട്ട കാലം, ഈ റോമാലേഖനം എഴുതപ്പെടുന്ന കാലം അതിരൂക്ഷ മതമർദ്ദന കാലമാണ്. അവരുടെ പൗലോസ് അപ്പോസ്തലൻ ആദ്യം ക്രൈസ്തവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ യേശുവിനെ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയാൻ മടിച്ചു പോയാൽ, ലജ്ജിച്ചു പോയാൽ നിത്യരക്ഷ കിട്ടുകയില്ല നിങ്ങൾക്ക്. അപ്പൊ എന്തുമാത്രം വില കൊടുത്താണ് നോക്കുക. ആദ്യം ക്രൈസ്തവര് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിരുന്നു. യേശു ദൈവമാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആ ഉറപ്പ് ഒരു വാക്കിൽ പ്രകടിപ്പിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. ആദിമസഭയുടെ മുഴുവൻ സുവിശേഷ പ്രഘോഷണവും ഒറ്റവാക്കി ചുരുക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും? അപ്പോസ്തലിക് കെരിഗ്മ, ജീസസ് ഈസ് ലോർഡ്, യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം. ഇത് തന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നില്ലേ? ഫിലിപ്പിയായിലെ ജയിലറയിൽ കിടന്ന് പാതിരാത്രിക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന പൗലോസും ശീലാസും, അപ്പോൾ അവിടെ അടിത്തറ, ഒരു അത്ഭുതം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ജയിലിന്റെ അടിത്തറ കുലുങ്ങുന്നു, ജയിലിന്റെ വാതിൽ തുറന്നു പോകുന്നു. അപ്പോൾ ജയിലിന്റെ വാർഡൻ ഈ തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന്, അപ്പൊ എനിക്കിനി രക്ഷയില്ല എന്ന് കരുതി വാളെടുത്ത് സ്വയം മരിക്കാൻ തയ്യാറാകുമ്പോൾ പൗലോസ് പറയുന്നു, ആ രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അബദ്ധം ഒന്നും കാണിക്കേണ്ട, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല, ഇവിടെ തന്നെ ഞങ്ങളുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൽ വരുന്ന മാറ്റം, അയാൾ വന്നിട്ട് അയാളുടെ തടവുപുള്ളികളാണ് പൗലോസ് ശീലാസും, പക്ഷെ ഇപ്പം അയാളുടെ യജമാനന്മാരായിട്ട് മാറി. അയാൾ വന്ന് പറയണ, യജമാനന്മാരെ, പേര് മാറ്റി. പൗലോസ് ശീലാസ് അതുവരെ തടവുപുള്ളികളായിരുന്നു. ഈ അത്ഭുതം കണ്ടപ്പോ ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറി പറയണം, യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? ഞാൻ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? പിന്നെ പൗലോസ് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പൗലോസ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, യേശു വിശ്വസിക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ല, പൗലോസ് കർത്താവായ എന്നൊരു വാക്ക് കൂടെ കൂട്ടിച്ചേർത്താ പറയുന്നത്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാനുള്ള ഫോർമുല എന്താ? യേശു കർത്താവാണെന്ന് തന്നെ വിശ്വസിക്കണം. അതായത് യേശു ദൈവം തന്നെ എന്ന് വിശ്വസിക്കണം. അതാണ് സത്യം. ഇതാണ് ഈശോ ഒരിക്കലും പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് യേശു ഒരു വെറും മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ് എന്നിങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ ചുറ്റുപാടും പ്രചരിക്കുന്ന ഈ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉച്ചസ്ഥലം പ്രഘോഷിക്കേണ്ട സത്യമാണിത്. ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞാണ്, വെറുതെ പറയുകയല്ല. യേശു കർത്താവാണ്. സത്യത്തിൽ തുടക്കത്തിലേ പറയുന്നുണ്ട്, ആട്ടിടയന്മാർക്ക് ഈശോയുടെ ജന്മവാർത്ത അറിയിക്കുന്ന സ്വർഗ്ഗദൂതൻ പറയുന്നത് വളരെ സത്യമാണ്. ലൂക്ക 2:10-11 അവിടെ പറയുന്നത് ഇതാണ്, നിങ്ങൾക്കായ രക്ഷകൻ, എന്നിട്ട് ഒരു കോമായിട്ടിട്ട് കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ തുടക്കത്തിൽ തന്നെ സ്വർഗം യേശുവിനെ പരിചയപ്പെടുത്തുന്നത് കർത്താവായിട്ടാണ്. നാട്ടിടയന്മാർക്ക് അതൊന്നും മനസ്സിലായി കാണാൻ സാധ്യതയില്ല. പക്ഷെ നാട്ടിടയന്മാർക്ക് മനസ്സിലാകുകയില്ലെന്ന് കരുതി സ്വർഗം അല്പം മയപ്പെടുത്തിയാണ് പറയുന്നത്. അല്ല, നാട്ടിടയർക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും യേശുവിന്റെ ഐഡന്റിറ്റി അത് തന്നെയാണ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റുകയില്ല. അത് അവരെ മനസ്സിലാക്കാൻ വേണ്ടി ആ പേര് മാറ്റാൻ പറ്റുകയില്ല, മയപ്പെടുത്താൻ പറ്റുകയില്ല. അതിന് മാലാഖ പറയാണ്, നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് യേശുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാഥനാക്കുന്ന അത് നമുക്കിന്ന് എല്ലാവർക്കും വേണ്ടി ചെയ്യാം. യേശുവിനെ കർത്താവിനെ പൂജിക്കാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം മുഴുവൻ അടിപൊളി മാറും. നമ്മുടെ ജീവിതത്തിൽ ഈശോ സർവാധികാരിയാകും. ഇപ്പോൾ ഒരുപക്ഷെ നമ്മളായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അധികാരി, നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മളാണെങ്കിൽ അത് ഒരു പാർട്ടി മാറുന്ന പോലെയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടി മാറുന്ന പോലെയാണ്. യേശുവിനെ കർത്താവാക്കുന്ന വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ട് യേശുവിന്റെ അധീനതയിലായി, യേശുവിന് മാത്രമുള്ളതായി, യേശുവിന് സ്വന്തമായി, തനിക്കുന്ന അവകാശം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിനുള്ള ഒരു കൃപ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമുക്ക് അധിക സമയം ഇനിയില്ല, സമയം കൂടുതലെടുത്ത് പോയി, 5-6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ ചോദ്യങ്ങൾ മാത്രമല്ല, നമുക്കായിട്ട് കാര്യത്തെപ്പറ്റി ഒരു ഉണ്ടായ ദൈവാനുഭവം പങ്കുവയ്ക്കാം, അതുപോലെ ക്ലാരിഫിക്കേഷൻ നടത്താം. നമുക്ക് അതിനുള്ള സമയം ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ജോസഫ് യേശുശേഖരിക്കട്ടെ. ചെറിയച്ഛനാണ്. ഞാൻ വേറെ ആർക്കും ചോദ്യം ഇല്ലെങ്കിൽ എനിക്ക് ചെറിയ ചോദ്യമുണ്ട്. ഇറ്റ്സ് വെരി എൻലൈറ്റനിങ് ആൻഡ് വെരി ഐ ഓപ്പണിങ് ദാറ്റ് ഹൗ ജീസസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഡിവൈൻ ജസ്റ്റ് ഫോർ ഹിംസെൽഫ്. അച്ഛൻ ആദ്യം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതൊക്കെ ചോദിക്കുന്നതിനൊരു കാരണം, ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടെയാണ്. പിള്ളേർ 12ാം ക്ലാസ്സിലൊക്കെ പിള്ളേർ ചോദിക്കുന്ന പല ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പൊ അതിനകത്ത് ആദ്യം അച്ഛൻ പറഞ്ഞു ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹ. അപ്പൊ ഏകപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോഡ് ഹിംസെൽഫ് ആണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഇത് മാനുഷികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ അപ്പച്ചൻ്റെ പേര് പൈലിച്ചേട്ടൻ എന്നാണ്. അപ്പൊ ഞങ്ങൾ 2 ആൺമക്കളാണ്. പക്ഷെ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ഒരാൺമകൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ പൈലിച്ചേട്ടന്റെ ഏക മകനാന്ന് പറഞ്ഞാൽ ഞാൻ പൈലിച്ചേട്ടനാണോ? എനിക്ക് എൻ്റെ അപ്പനുമായിട്ട് എനിക്ക് യാതൊരു സാദൃശ്യമില്ലെന്ന് പറഞ്ഞാൽ പകുതി ഗുണം പോലും എനിക്കില്ല. അപ്പൊ ഞാൻ അപ്പന്റെ ഏകപുത്രനാണെന്ന് ഞാൻ പറഞ്ഞാൽ പോലും അത് നമ്മൾ മാനുഷികമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഐ ആം നോട്ട് ഗോയിങ് ടു ബി മൈ ഫാദർ, ഐ ആം നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് മൈ ഫാദർ, ഐ ആം ടോട്ടലി ഡിഫറെന്റ്. ഐ മേ ഹാവ് സം ക്വാളിറ്റീസ് ഫ്രം മൈ ഫാദർ, അതർ ദാൻ ദാറ്റ് ഐ കനോട്ട് ബി മൈ ഫാദർ. അപ്പൊ ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോഡ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലാരിറ്റി കുറവില്ലേ? അത് പറയാം. അത് യേശു പിതാവാണെന്നല്ല ഇവിടെ പറയുന്നത്, യേശു കർത്താവാണെന്ന് പറയുമ്പോൾ, ഞാനത് 449 നേരത്തെ വായിച്ചിരുന്ന, അത് ഒന്നുകൂടെ വായിക്കുമ്പോൾ ക്ലാരിറ്റി വരും. ഇവിടെ അത് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ വേറൊരെണ്ണം പറയാം. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ മാനുഷികമായിട്ട് പറയാം. രാജാവിന്റെ മകൻ സ്വാഭാവികമായിട്ട് രാജാവാണ്. രാജാവിന് ജനിച്ച മകനായതുകൊണ്ട് അതിന് പ്രത്യേക അവൻ യൂണിവേഴ്സിറ്റി പഠിച്ച് ഡിഗ്രി ഒന്നും എടുക്കണ്ടില്ല, അവൻ അതിനാൽ തന്നെ രാജാവ് തന്നെയാണ്. രാജയ്ക്ക് അധികാരം കൊടുക്കില്ലെന്ന് വേറെ വിഷയം, രാജാവിന്റെ മകൻ രാജാവാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ഏകപുത്രൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ എന്ന അർത്ഥത്തിലാണ് ഏകപുത്രൻ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ദൈവം ആകാനേ പറ്റുള്ളൂ, വേറെ ദൈവത്തിന്റെ പുത്രൻ എങ്ങനെ മനുഷ്യനാകാൻ പറ്റും? അപ്പൊ രാജാവിന്റെ പുത്രൻ രാജാവാണെന്ന് പറയുന്നതിലും ഒരു ചെറിയൊരു പ്രശ്നമുള്ള കഴിഞ്ഞാൽ, ഷാജഹാൻ മഹാരാജാവിന്റെ പുത്രനായിരുന്നു ഔറംഗസേബ്. അവർ തമ്മിൽ വളരെ 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 വ്യത്യാസം ഉണ്ടായിരുന്നു ക്യാരക്ടറിൽ, സ്വഭാവത്തിലെല്ലാം. അപ്പൊ കാരണം രാജാവിന്റെ മകനായിരുന്നെങ്കിലും അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ക്യാരക്ടറിൽ സ്വഭാവത്തിലല്ല മാറ്റം, അവിടുത്തെ ആ പൊസിഷനിലാണ്, അവന്റെ സ്റ്റാറ്റസ് ആയി പറയുന്നത്. സ്റ്റാറ്റസ്. ഇതേ ദൈവത്തിന്റെ ഇത് പറയുമ്പോൾ ഓർക്കണം, യേശു കർത്താവാണെന്ന് പറയുന്നതിന്റെ അർത്ഥം യേശു ദൈവമാണെന്ന് തന്നെ എന്ന് പറയുമ്പോൾ യേശു പിതാവാണെന്നാണ് അർത്ഥമല്ല. അവിടെ ത്രിത്വത്തിന്റെ മഹാരഹസ്യം മറക്കരുത് നമ്മൾ. ഈ പശ്ചാത്തല അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പ്രകാശം പറഞ്ഞ കാര്യം എന്താണ്? ദൈവം ഒരു വ്യക്തിയല്ല, 3 വ്യക്തികൾ ചേർന്നൊരു കൂട്ടായ്മയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം യേശു ദൈവമാണെന്ന് പറയുമ്പോൾ യേശു പിതാവാണെന്ന് അർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെന്താണ് അർത്ഥം? പിതാവിനെ പോലെ ദൈവത്വമുള്ളവനാണ് യേശു എന്ന് അർത്ഥമുള്ളൂ. പിതാവിനെ പോലെ തന്നെ, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പിതാവിനെ 3 പേര് 3 വ്യത്യസ്ത വ്യക്തികളാണ്. They are separate beings, but they are one God, because they share the same substance, ദൈവത്വം. അത് 449 ഞാൻ നേരത്തെ വായിച്ചാൽ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. അത് വായിക്കാം. CCC 449. കർത്താവ് എന്ന ദിവ്യ നാമം ഉപയോഗിച്ച് ഈശോയെ സംബോധന ചെയ്യുമ്പോൾ സഭയുടെ വിശ്വാസത്തിന്റെ പ്രഥമ പ്രഖ്യാപനങ്ങൾ ആരംഭം മുതലേ പിതാവായ ദൈവത്തിന് അർഹമായ ശക്തിയും ബഹുമാനവും മഹത്വവും ഈശോയ്ക്കും അർഹമാണെന്ന് സഭ ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ആ ചോദ്യം ചോദിച്ചത് വളരെ നല്ലതാണ്. അദ്ദേഹം സംശയമുള്ളവർക്ക് അത് മാറാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോയെ പറ്റി പഠിക്കും എപ്പോഴും ഓർക്കും. ഇപ്പൊ ഈശോ ദൈവമാണെന്ന് പലയിടത്തും പറഞ്ഞിട്ട് ചോദിക്കുന്നവര് ചോദ്യം ചെയ്യുന്ന മാസ്റ്റർ ട്രിനിറ്റിയാണ്. ഈ ക്രൈസ്തവ വിരുദ്ധ ഗ്രൂപ്പുകാർ ഉന്നം വെക്കുന്നത് ഈ യേശു ഇത് ത്രിത്വത്തിന്റെ രഹസ്യത്വത്തിന് അത് നേരിട്ടൊരു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവര് ആക്രമിക്കുന്നത് ഈ ത്രിത്വത്തിന്റെ മഹാരഹസ്യത്തെയാണ്. കാരണം അവര് പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു വാക്ക് ബൈബിളിലില്ല. ശരിയാ, ത്രിത്വം എന്നൊരു വാക്ക് ബൈബിളിൽ അതേപടിയില്ല. അപ്പൊ ദൈവം ത്രിത്വമാണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതല്ലേ ഈ മത്തായി 28 അവസാനത്തെ വാക്യം ഈശോ ശിഷ്യന്മാരെ പറയുന്നത്, സ്വർഗത്തിന് മുമ്പിൽ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ആകയാൽ നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഈശോയുടെ വാക്യം തന്നെ വന്നിട്ടുണ്ട് ദൈവതൃത്വമാണ്. പക്ഷെ അതിങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് 1+1 2 എന്ന രീതി പറഞ്ഞതൊക്കെ ശാഠ്യം പിടിക്കുന്ന മണ്ടനാണ് ഈ ക്രിസ്തു ക്രിസ്തുമത വിരോധികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴോ അവർക്ക് ജ്ഞാനം ഒട്ടുമില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ദൈവത്തെ മനുഷ്യന്റെ കാറ്റഗറി വെച്ച് അളക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? ദൈവിക രഹസ്യങ്ങളെ മനുഷ്യന്റെ ടേംസ് ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ ഘോരഘോര പ്രഘോഷിക്കുന്നതിനേക്കാളൊക്കെ കോടാനുകോടി അധികം മടങ്ങ് ബുദ്ധിശക്തി ഉണ്ടായിരുന്ന മഹാ ദൈവശാസ്ത്രന്മാർ അവസാനം പറഞ്ഞ എന്താ, നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൽ 3 ആളുകളുണ്ട്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അത് എങ്ങനെ ഒരു ദൈവം ഒരേ സമയത്ത് 3 ആളുകളായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ അപ്പുറത്തുള്ള സത്യമാണ്. അത് നുണയായതുകൊണ്ടല്ല, സത്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അപ്രാപ്യമായ സത്യമാണ്. അതുകൊണ്ട് അതറിയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണല്ലോ യേശു വെളിപ്പെടുത്തുന്നത്. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പൊ യേശു ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പോ കുര്യാക്കോസോട് നിന്റെ പേരെന്താ ചോദിക്കാനായിട്ട്, ഇപ്പൊ നിന്റെ പേര് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. എനിക്കറിയാവുമെങ്കിൽ നീ പറയത്തുമില്ല. നീ പറയാം എന്നെ കളിയാക്കാൻ ചോദിക്കുന്നില്ല, എന്റെ പേര് അറിയാൻ പറയും, എന്തിനാ അതിനെ കൂടി പറയിപ്പിക്കാൻ ചോദിക്കും. പക്ഷെ നേരെ മറിച്ച് എനിക്ക് നിന്റെ പേര് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നസെന്റ് ആയതുകൊണ്ട് എന്റെ പേര് ഇങ്ങനെയാന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നതുപോലെയാണ്. ദൈവം ആരാണെന്ന് ദൈവത്തിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മനുഷ്യൻ ഒരിക്കലും ദൈവം ഇന്ന ആളാണെന്ന് പറയാൻ പറഞ്ഞെങ്കിൽ മണ്ടനെ അങ്ങനെ പറയലാരും. കാരണം അവന് പറയാവുന്നൊരു മേഖലയല്ലല്ലോ അത്. ഇപ്പൊ ഒരു കന്നുകാലിക്ക് പറയാൻ പറ്റുമോ മനുഷ്യൻ ആരാണെന്ന്? ഒരു കന്നുകാലിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആ കന്നുകാലി പറയുമോ മനുഷ്യൻ ആരാണെന്ന്? അവനറിയാം. കന്നുകാലിക്ക് അത്രയും പറയാൻ പറ്റിയല്ലോ. അത് കന്നുകാലിയുടെ സ്പീഷീസിൽ പെട്ടതല്ല മനുഷ്യൻ. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ നിലയിൽ നിന്നുകൊണ്ട് ദൈവം ആരാണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈശോ മിശിഹ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വെറുതെ ഒന്നുമല്ല, ഈ ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാ. അപ്പൊ ഈശോ വന്നിട്ട് എന്താ പറഞ്ഞത്? ദൈവം 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. പിതാവ്, പിന്നെ 2ാമത്തെ ആൾ ഈശോ തന്നെ, 3ാമത്തെ ആള് പരിശുദ്ധാത്മ. ഈ അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മൾ നിന്നുകൊണ്ടാണ് നമ്മൾ ഈശോയെ പറ്റി ഇങ്ങനെ ഓരോന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്. നീ ആർക്കെങ്കിലും അത് ചോദിച്ചോ? അവരെ പറയാൻ ശ്രമിച്ചല്ലോ. ഈ പുസ്തകത്തിൽ വായിക്കാത്തവർക്ക് വേണമെങ്കിൽ വായിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക കുറെ കാര്യങ്ങളുണ്ട്. ഈ ചില വ്യക്തികളുടെ വിശ്വാസത്തെ എലിസബത്ത്, സക്കറിയ മുതലായവരൊക്കെ പറയുന്നുണ്ട്. അത് പേജ് 190 മുതലാണ്. 190ാമത്തെ പേജ് മുതൽ യേശു കർത്താവാണെന്ന് ഈശോയുടെ പരിശീലന കാലത്ത് പലരും ഏറ്റു പറയുന്നത് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും യേശു കർത്താവ് എന്ന അഭിധാനത്തിന്റെ ദൈവശാസ്ത്ര അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പേജ് 201 മുതലുള്ള ഭാഗത്താണ്. അതൊന്നുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാനായിട്ട് പറ്റണം. അപ്പോൾ വായിക്കാത്തവര് 201ാമത്തെ പേജ് മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചിരുന്നാൽ, ഒന്ന് ഒരുങ്ങിയിരുന്നാൽ നമുക്ക്
പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും അത് അധികപ്പറ്റാകുകയില്ല. ആഴത്തിൽ അത് പതിയണം. അപ്പൊ അതുകൊണ്ട് 201 പേജ് മുതൽ 216 പേജ് വരെയാണ് ഉള്ളത്. അടുത്ത ക്ലാസ് ഈ വിഷയത്തെ പറ്റി ബാക്കിയുള്ളത് അതെല്ലാവരും വായിച്ചു വരികയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.